പടിഞ്ഞാറൻ മലയോരത്തോട് ചേർന്ന് കിടക്കുന്ന കോട്ടാർ ഗ്രാമം. അവിടെ മനുഷ്യ സ്പർശമേൽക്കാത്ത കാലപ്പഴക്കം ബാധിച്ച ഒരു ഭീകരമായ കെട്ടിടം ഏകാന്തതയുടെ പ്രതീകമായി തലയുയർത്തി നിൽക്കുന്നു. അതാണ് അഷ്ടമംഗലം മാളിക. ചുറ്റും തഴച്ചു വളർന്ന പടർപ്പുകളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങളും മാളികക്ക് കട്ടിയുള്ള മറ നൽകി. മാളികയിലേക്ക് വെളിച്ചം കടക്കാത്ത വിധം മരച്ചില്ലകളിൽ തങ്ങി നിന്നു. ഉച്ച സമയം പോലും അവിടെ ഒരു തണുപ്പ് നിലനിന്നിരുന്നു. 70 വർഷമായി ആ വാതിലുകൾ ആർക്കു വേണ്ടിയും തുറക്കപ്പെട്ടിട്ടില്ല. നഗരത്തിലെ തിരക്കുകളിൽ നിന്നും മാറി മാളികയുടെ ചരിത്രപരമായ രേഖകൾ തേടിയാണ് ഗവേഷകരായ വിഷ്ണുവും സുഹൃത്ത് ശ്രീദേവിയും കോട്ടറയിൽ എത്തുന്നത്. മാളികയുടെ നിർമ്മാണ വൈദഗ്ധ്യത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിനാണ് വിഷ്ണു പ്രാധാന്യം നൽകിയതെങ്കിലും ശ്രീദേവിക്ക് കൂടുതൽ താല്പര്യം അവിടെ പ്രചരിച്ചിരിക്കുന്ന അമാനുഷിക കഥകളോടായിരുന്നു. മാളികയുടെ അടുത്തുള്ള കുളക്കടവിൽ വെച്ച് അവർ ഗ്രാമത്തിലെ പഴമക്കാരനായ ബാലനാശാനെ കണ്ടുമുട്ടി. കറുത്ത കണ്ണടയും താടിയും വെച്ച് ഗൗരവഭാവത്തിൽ എന്തോ ധ്യാനിച്ചിരിക്കുന്ന ആശാൻ അവരെ ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. വിഷ്ണു മാളികയുടെ പേരെടുത്തു പറഞ്ഞപ്പോൾ ആശാൻ ഞെട്ടി ഉണർന്നതുപോലെ തലയുയർത്തി. അവിടേക്കെങ്ങും പോകരുത് മക്കളെ, ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. ആ മാളിക പഴയ പ്രതാപത്തിൻ്റെ ശവക്കോട്ടയാണ്. അവിടെ ഇപ്പോൾ ഉള്ളത് മനുഷ്യരല്ല, ഒരു ദാഹിയായ യക്ഷിയാണ്. ആശാൻ മെല്ലെ കമലയുടെ കഥ പറഞ്ഞു തുടങ്ങി. ആ പെൺകുട്ടി, പേര് കമല, മാളികയിൽ ഭർത്താവിനാൽ ചതിക്കപ്പെട്ടു. അവളുടെ ശരീരം അവർ അവിടെ തന്നെ എവിടെയോ കുഴിച്ചിട്ടു. ആ മരണം നടന്ന് 1 മാസം തികയും മുമ്പേ മാളികയിലെ എല്ലാവരും ദുരൂഹമായി മരണമടഞ്ഞു. കമലയുടെ ആത്മാവ് പോയതല്ല, അത് പ്രതികാരത്തിനായി മാളികയിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. വിഷ്ണുവിൻ്റെ ഗവേഷക മനസ്സ് ഇതിനെ ഒരു നാടോടി കഥയായി കണ്ടു. ആശാനെ, ഇതൊക്കെ കഥകളല്ലേ, ഞങ്ങൾക്ക് ചില ചിത്രങ്ങൾ എടുക്കണം, ചരിത്രം രേഖപ്പെടുത്തണം. എന്നാ കേട്ടോളൂ. ആശാൻ ഭയാനകമായൊരു മുന്നറിയിപ്പ് നൽകി. സന്ധ്യയ്ക്ക് ശേഷം നിങ്ങൾ ആ മാളികയ്ക്കുള്ളിൽ നിൽക്കരുത്. ആ നിമിഷം മുതൽ അവിടെ വെളിച്ചമില്ല, ഇരുട്ട്. അല്ല, അത് വേറെന്തോ ഒന്നാണ്. ഒരു കാരണവശാലും സൂര്യൻ അസ്തമിച്ചാൽ ആ മതിലിനകത്ത് നിൽക്കരുത്. അങ്ങനെ അവർ മാളികയുടെ അടുത്തേക്ക് നടന്നു. സമയം വൈകുന്നേരം 5:30 കഴിഞ്ഞിരുന്നു. സൂര്യൻ പശ്ചിമ ചക്രവാളത്തിൽ മറയാൻ തുടങ്ങി. ചുറ്റും കാടിൻ്റെ മൗനം മാത്രം. എങ്ങും ഒരു കിളിയുടെ ശബ്ദം പോലുമില്ല. മാളികയുടെ പ്രധാന ഗേറ്റ് തകർന്നിരിക്കുന്നു. മാളികയിലേക്ക് കയറിയപ്പോൾ മുറ്റം നിറയെ കരിയിലകളാണ്. അവിടെ എവിടെയോ പാമ്പിൻ്റെ കാൽപ്പാടുകൾ പോലെ ചില വരകൾ. പഴയ തേക്ക് തടിയിലുള്ള പ്രധാന വാതിൽ. വിഷ്ണു ഒരു ഇരുമ്പ് ദണ്ഡ് ഉപയോഗിച്ച് വാതിൽ തകർക്കാൻ ശ്രമിച്ചു. ദ്രവിച്ച തടികൾ ഞരങ്ങി ശബ്ദമുണ്ടാക്കി. ഒരു വലിയ ശബ്ദത്തോടെ വാതിലുകൾ അകത്തേക്ക് മലർക്കെ തുറന്നു. അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന പൊടിയും ഈർപ്പവും നിറഞ്ഞ ഒരു മണം അവരെ തടഞ്ഞു. അപ്പോഴാണ് ശ്രീദേവി പറയുന്നത്, വിഷ്ണു, ഇവിടെ ഭയങ്കര തണുപ്പാണ്, പുറത്തുള്ളതിനേക്കാൾ കൂടുതലാണ്. വിഷ്ണു ടോർച്ച് തെളിയിച്ച് ഹാൾ പരിശോധിച്ചു. വലിയ ഹാൾ, തേക്കിൻ്റെ കട്ടിയുള്ള തൂണുകൾ, നടുക്ക് പൊടി പിടിച്ചൊരു മേശ, അതിൻ്റെ മുകളിൽ ഒരു ഫോട്ടോ ഫ്രെയിം. വിഷ്ണു അത് പൊടി തട്ടിയെടുത്തു. അതായിരുന്നു കമലയുടെയും ഭർത്താവിൻ്റെയും ചിത്രം. മനോഹരമായ വേഷവിധാനങ്ങൾ. എന്നാൽ കമലയുടെ മുഖത്ത് എന്തോ ഭയം തളം കെട്ടിയിരിക്കുന്നു. ചിത്രം ശ്രദ്ധിച്ചു നോക്കുന്നതിനിടയിൽ ശ്രീദേവി പിറകിൽ നിന്നൊരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് തങ്ങൾ തുറന്നിട്ട പ്രധാന വാതിൽ ശബ്ദമില്ലാതെ പതുക്കെ അടഞ്ഞു. ഒരു കാറ്റുപോലും അവിടെ ഇല്ലായിരുന്നു. ശ്രീദേവി, വിഷ്ണു, വാതിലടഞ്ഞു. വിഷ്ണു ഞെട്ടിത്തിരിഞ്ഞ് വാതിലിനടുത്തേക്ക് ഓടി. അവൻ വാതിൽ ശക്തമായി തള്ളി നോക്കി. വാതിൽ അനങ്ങിയില്ല. വീണ്ടും വീണ്ടും തള്ളി നോക്കി. പുറത്തുനിന്ന് ആരോ താഴിട്ട് പൂട്ടിയതുപോലെ ബലമായിരുന്നു അതിന്. വിഷ്ണുവിൻ്റെ കയ്യിലെ EMF മീറ്റർ വിറക്കാൻ തുടങ്ങിയിരുന്നു. സാധാരണ റീഡിങ്ങിൽ നിന്ന് അത് അപകടകരമായ അളവിലേക്ക് ഉയർന്നു. വിഷ്ണു, ഇത് ആശാൻ പറഞ്ഞ ശക്തിയാണ്.
ഞങ്ങൾ കുടുങ്ങിയിരിക്കുന്നു. ശ്രീദേവി, പുറത്തു നിന്ന് ഒരു ശക്തി നമ്മെ അകത്ത് പൂട്ടിയിട്ടിരിക്കുന്നു. അവർ പരസ്പരം നോക്കുമ്പോൾ ഭയമൊരു തണുത്ത അരുവി പോലെ അവരുടെ നട്ടെല്ലിലൂടെ ഊർന്നിറങ്ങി. അവരുടെ ടോർച്ചിന്റെ വെളിച്ചം മാത്രം മാളികയുടെ ഭീകരമായ ഇരുളിനെ ഭേദിച്ചു കടന്നു. രക്ഷപ്പെടാൻ വഴിയില്ലാതെ അവർ കൂടുതൽ ഉള്ളിലേക്ക് നടന്നു. സ്വീകരണ മുറിയിലൂടെ കടന്ന് മുറിയിലേക്ക് പ്രവേശിച്ചു. അപ്പോഴാണ് ശ്രീദേവി അത് ശ്രദ്ധിച്ചത്. മുറിയുടെ മൂലയിലുള്ള കണ്ണാടി. ആ കണ്ണാടിക്ക് മുന്നിൽ അവൾ നിന്നപ്പോൾ അവളുടെ പ്രതിബിംബത്തിന് പിന്നിലായി വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയുടെ നീലരൂപം ഒരു സെക്കൻഡ് നേരത്തേക്ക് മിന്നി മറഞ്ഞു. അത് കമലയായിരുന്നു. അവളുടെ കണ്ണുകൾ പ്രതികാരദാഹിയായി തിളങ്ങുന്നുണ്ടായിരുന്നു. ശ്രീദേവി അലറി വിളിച്ചുകൊണ്ട് പിന്നോട്ടോടി. കണ്ടു, ഞാൻ കണ്ടു, ഒരു സ്ത്രീരൂപം എൻ്റെ പിറകിൽ, അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. വിഷ്ണു അവളെ താങ്ങി നിർത്തുമ്പോൾ മാളികയിലെ നിശബ്ദത കീറി മുറിച്ചുകൊണ്ട് മുകളിലത്തെ നിലയിൽ എവിടെയോ നിന്ന് അതിതീവ്രമായ ഒരലർച്ച, അതോടൊപ്പം തന്നെ നെഞ്ചിടിപ്പിക്കുന്ന ഒരു തേങ്ങൽ ശബ്ദം. വിഷ്ണുവും ശ്രീദേവിയും മുകളിലേക്ക് നോക്കി. അവിടെ ഇരുട്ട് കട്ട പിടിച്ചു കിടക്കുന്നു. അതേ തേങ്ങൽ ശബ്ദം അവരുടെ ഹൃദയമിടിപ്പ് പോലെ മാളികയുടെ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിന്നു. ഇത് കഥയുടെ തുടക്കം മാത്രമാണ്. അടുത്ത വീഡിയോകളിലായിട്ട് ത്രില്ലടിപ്പിക്കുന്ന ഭാഗങ്ങളുമായി വീണ്ടും വരാം. ഇതിൻ്റെ അടുത്ത പാർട്ടുകൾ ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫ്രം മിസ്റ്റർ മാസ്ക്.